ഈ ഇടക്ക് വേണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് 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 വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉളവണ്ണ ഉസ്താദ്, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സദസ്സിൽ അണിനിരന്ന ഉസ്താദുമാർ, സഹോദരന്മാർ, ഉമറാക്കളെ, മുത്തഅല്ലിമുകളെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ ടൗണിൽ വ്യാപാര വ്യവസായികളുടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട SKSSFന്റെ സ്റ്റേറ്റ് തല പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിൽ ഉള്ളവൻ സംബന്ധിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമെന്നോണം അന്ന് മുതൽ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആദർശം അമാനത്ത് എന്ന മുദ്രാവാക്യം ചൊല്ലിക്കൊണ്ട് ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഖലാടിസ്ഥാനങ്ങളിലും ജില്ലാടിസ്ഥാനങ്ങളിലുമൊക്കെ ധാരാളം ഒത്തുകൂടലുകൾ ഇവിടെ നടന്നു. ഇനി ഈ മാസം അത് അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുന്നമംഗലം ഏരിയ SKSSF സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാം ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ. എന്തിനാണ് ഈ സമയത്ത് ഒരു ആദർശം അമാനത്ത്? ഇതുവരെ ആദർശമുണ്ടായിരുന്നില്ലേ, ഒരു പുതിയ പരിപാടി എന്ന് ചിലർക്ക് തോന്നി. പലർക്കും അത് തോന്നിയിട്ടുണ്ട്. എന്തിനാണ്, എന്താ ഒരു ആദർശം അമാനത്താണ്? വാസ്തവത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിന് രൂപീകരിക്കപ്പെട്ടു? ആ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചാൽ അവനൊരു ആദർശമുണ്ടാവും. ആദർശമില്ലാത്തവ മൃഗങ്ങളാണ്. മനുഷ്യനൊരു ആദർശമുണ്ട്, അവൻ ബുദ്ധിമാനിയാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ മുതൽക്കാണ് മനുഷ്യർ തുടങ്ങുന്നത്. അന്ന് തന്നെ അവർക്ക് ആദർശവും ഉണ്ട്. അതേ സമയത്ത് നാക്കാലികൾക്ക് ആദർശമല്ല. അവർക്ക് ഇവിടെ കുറച്ച് ഇങ്ങനെ പോയപ്പോൾ പുല്ല് കണ്ടു, അത് കടിച്ചു. അപ്പുറത്ത് പോയപ്പോൾ കുറച്ച് നെല്ല് കണ്ടു, അത് തിന്നു. അപ്പുറത്ത് പോയപ്പോൾ വാഴത്തോട്ടം കണ്ടു, അവിടേക്ക് കടിച്ചു. ഇങ്ങനെ നടന്ന് കണ്ടതൊക്കെ തിന്നുന്ന സ്വഭാവം അത് നാക്കാലികളുടേതാണ്, മനുഷ്യരുടേതല്ല. മനുഷ്യർക്കൊരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ, ആ വിശ്വാസത്തിന്റെ, ഓരോരുത്തരും വിശ്വസിക്കുന്ന വിശ്വാസമാണ് അവന്റെ ആദർശം. ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. പാറക്കല്ല് നെഞ്ഞത്ത് കയറ്റി വെച്ച് ചുട്ടുപഴുത്ത മണലിൽ നട്ടുച്ച നേരത്ത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ബിലാലിന്റെ വായിൽ നിന്ന് ഉച്ചരിച്ച ശബ്ദം അഹദ് അഹദ് എന്നായിരുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. എന്തിനാണത്? വയറ് നടക്കാനല്ല, ആദർശം സംരക്ഷിക്കാൻ വേണ്ടി അവരാ ത്യാഗങ്ങളെല്ലാം സഹിച്ചു. ആ ആദർശ സംരക്ഷണം ആണ് നാം ഇപ്പോൾ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകന്മാർ വരെ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ
പ്രവാചകന്മാരെ, ലക്ഷത്തിലധികം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ഈ ആദർശം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ലക്ഷത്തിലധികം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി. ഇനി ഇവിടെ പ്രവാചകന്മാർ വരാനില്ല, പക്ഷേ ഈ ദൗത്യം ഇവിടെ നിലനിൽക്കണം. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനുവേണ്ടി രണ്ട് വിഭാഗത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദപ്പെടുത്തി. അൽ ഉലമാ വൽ ഉമറാ ഇദാ സിനിഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ അന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദ അന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. രണ്ട് വിഭാഗം, എൻ്റെ സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകൾ. അവർ നന്നായി കഴിഞ്ഞാൽ സമൂഹം മുഴുവനും നന്നായി, അവർ ചീത്തയായാൽ സമൂഹം മുഴുവൻ ചീത്തയായി. അത് ഉലമാഉം ഉമറാഉമാണ്. ഇവരാണ് ഈ ദൗത്യം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവരുടെ തലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഇന്ന ഫിൽ ജസദി മദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അറിയണം, അത് ഖൽബാകുന്നു. ഈ രണ്ട് ഹദീസുകൾ ചേർത്തി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ നാടിന്റെയും കരളിന്റെ കഷ്ടമായി കിടക്കുന്നത് അവിടെയുള്ള ഉലമാ ഉമറ ആണ്. ആ ഉലമാ ഉമറ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ഖൽബിന്, അവന്റെ മനസ്സിന് എത്രത്തോളം സ്വാധീനം അവന്റെ ശരീരത്തിൽ നടത്താൻ സാധിക്കുമോ അപ്രകാരം ഓരോ നാട്ടിലുമുള്ള ഉലമാ ഉമറായിന് ആ നാടിനെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദൗത്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാലും ഇത് അവസാനിക്കാതെ ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കണം എന്ന് ഈ സമുദായത്തെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. നിങ്ങൾ ആലോചിക്കണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ കയ്യിൽ എടുത്തു തരാൻ ഒരു മുസ്ഹഫിന്റെ കോപ്പി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനമായ ഗ്രന്ഥം മുസ്ഹഫാണ്, പരിശുദ്ധ ഖുർആനാണ്. ഒരു കോപ്പി ഖുർആന്റെ ഒരു പ്രതി എടുത്തു കൊടുക്കാൻ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലില്ല, ഒന്നുമില്ല. പിന്നെ സഹാബത്ത് മനപ്പാടമാക്കി വെച്ച പരിശുദ്ധ ഖുർആന്റെ ഭാഗങ്ങൾ, മറ്റു കുറെ ഭാഗങ്ങൾ എഴുതി വെച്ചത് തോലിന്റെ കഷ്ണങ്ങളിലും ശീല കഷ്ണങ്ങളിലും മറ്റുമൊക്കെ എഴുതി വെച്ച ഭാഗങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി അത് ക്രോഡീകരണം വരുത്തുന്നത് ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഇതിന്റെ ക്രോഡീകരണം തുടങ്ങുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. അന്നാണ് മുസ്ഹഫ് രൂപാന്തരപ്പെടുന്നത്. അതുവരെ ഇറങ്ങിയ 23 വർഷക്കാലം ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ സഹാബത്ത് മനപ്പാഠമാക്കി വെച്ചതും പല ഭാഗങ്ങളിലും എഴുതിയ കോപ്പികളും എല്ലാം ശേഖരിച്ചുകൊണ്ട് ആ ഖുർആന്റെ ക്രോഡീകരണം നബിക്ക് എങ്ങനെയാണോ കൽപ്പിച്ചത് അപ്രകാരം സഹാബത്ത് ക്രോഡീകരിച്ചുകൊണ്ട് അത് മുസ്ഹഫ് രൂപത്തിൽ രൂപാന്തരപ്പെടുന്നത് മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ ദൗത്യം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി സഹാബത്തിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി. അല്ലാതെ പരിശുദ്ധ ഖുർആന്റെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതാ ഈ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നബിയുടെ കയ്യിൽ പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രതിയില്ല. മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം അവരെവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ കയ്യിൽ അവരുടെ അനുയായികൾക്ക് കൊടുക്കാൻ തൗറാത്തും ഇഞ്ചീലും ഉണ്ട്. തൗറാത്തിന്റെ പലകകൾ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയത്. ഇഞ്ചീലിന്റെ കെട്ടുകളാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഖുർആന്റെ പ്രതികൾ കൊടുത്തിട്ടില്ല. മനസ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീൽ വന്ന് ഓതിക്കൊടുക്കുകയാണ്. അത് രേഖപ്പെടുത്തുന്നത് സഹാബത്താണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയാലും ഈ ദൗത്യം നിലനിൽക്കണം എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടെ ലക്ഷത്തിൽ പരം അനുയായികളെ ഇവിടെ ഈ സമുദായത്തിന് ഈ ഭൂമിയിൽ സമ്മാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇനി നമ്മളൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് മക്കയിലും പിന്നീട് മദീനയിലും കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു. നബിയുടെ ചുറ്റുഭാഗത്തുമുള്ള
സഹാബാക്കളുടെ എണ്ണം ഹജ്ജത്തുൽ വദാഇൽ ലക്ഷത്തിലധികം വരും. ഇപ്പോൾ അവിടെ പരിശോധിച്ച് നോക്കിയാൽ സഹാബത്തിന്റെ ഖബറുകൾ എണ്ണി നോക്കിയാൽ 12,000-ത്തിലധികം കാണുകയില്ല. എവിടെ പോയി ഇവരൊക്കെ? ഈ സഹാബത്ത് ലക്ഷത്തിലധികം അനുയായികള് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് എവിടെ പോയി? എവിടെയാണ് അവര് മരണപ്പെട്ടു പോയത്? ഭൂമിയുടെ നാനാ ഭാഗങ്ങളിലേക്കും സഹാബത്തിനെ അയച്ചുകൊണ്ട് ഈ പരിശുദ്ധ ദൗത്യം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളിലേക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അയച്ചു. ഓരോ രാജ്യങ്ങളിലും അവരുടെ ഖബറുകൾ കാണാം. നമ്മുടെ കേരളത്തിലുമുണ്ട് സഹാബത്തിന്റെ ഖബറുകൾ. അവർ ആ കാലത്ത് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സഹാബത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മാടായി പള്ളിയുടെ പുനരുദ്ധാരണം നടന്നപ്പോൾ അവിടെ ആ പലക ചുമരിൽ എഴുതി വെച്ച രേഖയിൽ അവിടെ 5 കൊല്ല ഹംസസേന എന്ന് കാണാം. അത് കണ്ടപ്പോൾ അറബി ഭാഷയിലാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ഈ എഴുതുന്ന കൊല്ലം അറബി കൊല്ലം ആകണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അറബി കൊല്ലം എന്ന് പറയുന്നത് ഹിജ്റയാണ്. ഹിജ്റാബ്ദം 5-ാം വർഷത്തിൽ അവിടെ പള്ളി ഉണ്ടാക്കി എന്നാണ് ആ എഴുതി വെച്ചതിന്റെ താല്പര്യം. പള്ളി ഉണ്ടാക്കിയ കൊല്ലമാണ് അവിടെ എഴുതി വെച്ചത്. ഹിജ്റ 5-ാം വർഷത്തിൽ അവിടെ പള്ളി ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് മുസ്ലിങ്ങൾ വേണം. ഹിജ്റ 5-ാം വർഷം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വർഷമാണ്. അതാണ് ഹിജ്റ വർഷം എന്ന് പറയുന്നത്. ആ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം പല ഘട്ടങ്ങളിലായി പല പണ്ഡിതന്മാരും സാദാത്തുക്കളും മുഖേന ഇവിടെ കേരളത്തിൽ വന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടന്നു. അവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം അത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്വമേധയാ ഇസ്ലാമിൽ ആകർഷിച്ചു വരുന്നവര് മുസ്ലിമാകുന്നു. അതിന് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും സാദാത്തുക്കളും നേതൃത്വം നൽകുന്നു. ആ നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഈ നമ്മുടെ കാലം വരെ ഇവിടെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാലം പിന്നിടും തോറും പരിഷ്കരിച്ചുകൊണ്ട് പല രൂപത്തിലുമായി എന്ന് മാത്രം. ആദ്യകാലങ്ങളില് അന്നത്തെ പ്രവർത്തനം എന്നെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തികളിൽ കൂടിയാണ് ഈ ഇസ്ലാമിന്റെ പ്രബോധനം നടന്നിരുന്നത്. വ്യക്തികൾ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ബഹുമാനപ്പെട്ട വരക്കൻ മുല്ലക്കോയ തങ്ങള്, ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദിമാര്, ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമുകള്, ഇത്തരം ആളുകള് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് അവര് വ്യക്തികൾ ഓരോ രാജ്യത്തും പോയി അവരെ ദീനി പ്രബോധനം നടത്തിയ സംഭവങ്ങളാണ് കാണുന്നത്. ഇവിടെ മാലിക് ദിനാറും 12 ആളുകളും വന്ന കഥ നമുക്കറിയാം. അവര് വന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് പള്ളികൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, അത് കേന്ദ്രമാക്കിക്കൊണ്ടാണ് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങളുടെ വൈവാഹിക ബന്ധം, അവരുടെ മരണകാര്യങ്ങള്, മറ്റ് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം പള്ളികളിൽ വെച്ചാണ് തീരുമാനമെടുത്തിരുന്നത്. അതിനുവേണ്ടി ഓരോ മഹല്ലുകളായി പള്ളികളായി തിരിഞ്ഞു. അത് ദൂരെ ദൂരെ ഓരോ പള്ളികളാണ് അന്നുണ്ടായിരുന്നത്. അടുത്തടുത്തൊന്നും പള്ളികളില്ല. അന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുല്ലാക്കന്മാർ അവരുടെ വീടിനോട് ചേർത്തുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഓത്തുപള്ളികള്, ഷെഡുകൾ ഉണ്ടാക്കി അതിൽ വെച്ച് കുട്ടികൾക്ക് ഓത്ത് പലക കഷ്ണം വെട്ടിയുണ്ടാക്കി അതിൽ ചകിടി തേച്ച് അതിൽ കരി കലക്കി മഷി ഉണ്ടാക്കി അതിൽ എഴുതി പഠിപ്പിച്ച ആ സ്വഭാവമാണ് അന്നുണ്ടായിരുന്നത്. പലകയിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ. ഓത്ത് മുല്ലാഖാന്റെ ഓത്ത് പള്ളിയിൽ വെച്ച് പലകയിൽ എഴുതി പഠിച്ച് അലിഫ് ബാഹി എന്ന് എഴുതി പഠിച്ച വ്യക്തിയാണ്. ഇത് മുൻകാലത്ത് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് വലുതായാൽ പള്ളികളിൽ വെച്ച് ദർസുകൾ നടക്കും. ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ പള്ളികളിൽ വെച്ച് നടക്കും. അങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഒരഭിപ്രായ വ്യത്യാസവും ഇവിടെ ഇല്ല. ചില ഭാഗങ്ങളില് അന്നിവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ നടത്തപ്പെട്ടിരുന്ന സ്കൂൾ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ രാവിലെ ഒഴിവാണ്. ആ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മദ്രസ പഠനം നടന്നിരുന്നു.
ചില ഭാഗങ്ങളിൽ ഓത്തുപള്ളികളിലായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ രണ്ടു വിധത്തിൽ ഇവിടെ കേരളത്തിൽ മദ്രസ പഠനം മദ്രസ എന്ന പേരില്ലെങ്കിലും ദീനി പഠനം അന്ന് നടന്നിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പള്ളികൾ ആശ്രയിച്ചിരുന്നു. പള്ളികളിൽ വെച്ചും അതുപോലെ പരിശുദ്ധ റമദാൻ മാസം 30 ദിവസവും പണ്ഡിതന്മാർ വന്നുകൊണ്ട് ജനങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് വിവരിച്ചു കൊടുത്തിരുന്നു, വയല് പറഞ്ഞിരുന്നു, പരമ്പര നടന്നിരുന്നു. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ ഇല്ല. എല്ലാവരും ഏകസ്വരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചിരുന്ന പാതയും സ്വീകരിച്ചുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടെ എന്ന് വേണ്ട ഇവിടെയുള്ള ആ മുസ്ലിം സഹോദരന്മാരും മുസ്ലിങ്ങളും വളരെ വളരെ ഐക്യത്തോടുകൂടെ ജീവിച്ചു പോന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ 921 കാലഘട്ടങ്ങളിൽ ഇവിടെ ബ്രിട്ടീഷുകാരുമായി ലഹള പൊട്ടിപ്പുറപ്പെട്ടു പല ഭാഗങ്ങളിലും, മധ്യ കേരളത്തിലെ മലബാറും ഭാഗങ്ങളിലെല്ലാം. അങ്ങനെ ലഹള വന്നപ്പോൾ അവിടെ ഈ ലഹള കാരണം അത് ലഹള ബാധിക്കാത്ത തെക്കൻ കേരളത്തിലേക്ക് ഇവിടെ നിന്ന് ചില ആളുകൾ മാറി താമസിച്ചു. കുറച്ചാളുകൾ തെക്കൻ കേരളത്തിലേക്ക് താമസം മാറി, ദക്ഷിണ കേരളത്തിലേക്ക്. അവിടെ വെച്ച് അവിടെ പണിയൊന്നുമില്ലല്ലോ, ഇവർക്ക് അവരുടെ ജോലിയൊന്നുമില്ല. അവര് അറബ് രാജ്യം, ഈജിപ്ത് പോലെയുള്ള അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു. അവിടെ അന്ന് പുതിയ ആശയം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്ഥാപിച്ച മതമാണ് വഹാബിസം എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുഹമ്മദിന്റെ പിതാവ് അബ്ദുൽ വഹാബിലേക്കാണ് ഈ പ്രസ്ഥാനം എത്തുന്നത്. സുന്നികൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവര് എന്നാണെങ്കിൽ, വഹാബികൾ എന്ന് പറയുന്നത് അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര് പോയി എത്തുന്നത് എവിടേക്കാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, മുഹമ്മദിന്റെ പിതാവ് അബ്ദുൽ വഹാബ് നല്ല മനുഷ്യനായിരുന്നു. മുഹമ്മദാണ് ഈ പിഴച്ച ചിന്താഗതിക്കാരൻ. ആ അബ്ദുൽ വഹാബിലേക്കാണ് അത് ചെന്ന് ചേരുന്നത്. പിന്നീടാണ് അത് മുജാഹിദും സലഫിയും ഒക്കെ ആയി മാറിയത്. ഇപ്പൊ സലഫിയാക്കൾ എന്ന് പറയുന്നു, മുജാഹിദ് എന്ന് പറയുന്നു. ഇതെല്ലാം ആ കാലത്ത് വഹാബികൾ എന്ന് പറയുന്ന വിഭാഗമാണ്. അറബ് രാജ്യങ്ങളിൽ അതിന് വളരെ പ്രചാരണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ദക്ഷിണ കേരളയിൽ നിന്ന് ആളുകൾ അറബ് രാജ്യവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വീക്കിരികളും മാസികളും മറ്റുമൊക്കെ വരുത്തി അവിടെ പഠിച്ച് അവിടെ ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പുതിയ ആചാരങ്ങൾ അവരിവിടെ ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുമായുള്ള ലഹളയെല്ലാം അവസാനിച്ചു. ഇവിടെ സമാധാനപരമായ അന്തരീക്ഷം വന്നപ്പോൾ സ്വന്തം നാടുകളിലേക്ക് ദക്ഷിണ കേരളത്തിൽ നിന്ന് അവരിങ്ങോട്ട് തിരിച്ചു വന്നു, മധ്യ കേരളത്തിലേക്ക്. അവർ വന്നപ്പോൾ അവർ പോയതുപോലെയല്ല വരുമ്പോൾ. അന്ന് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചതെങ്കിൽ ഇപ്പോൾ അവർ 8 റക്അത്താണ് നിസ്കരിക്കുന്നത്. അന്ന് കൈ കെട്ടിയിരുന്നത് നേരെ പുക്കളുടെ നെഞ്ഞിന്റെ താഴെ പുക്കളുടെ മീതെ ഈ 3 സ്ഥലം കൂടി കൂട്ടിയിട്ടാണ് കൈ വെക്കേണ്ടത്. ഈ മുൻകൈയിന്റെ ഈ ഭാഗം കൂടണം, തണ്ടൻ കൈ കൂടണം, ആ കെണിപ്പും കൂടണം. ഇത് വളരെ വ്യക്തമായി വിവരിച്ചു തന്നിട്ടുണ്ട് കിതാബുകളിൽ. ഇങ്ങനെ കൈ വെച്ചിട്ട് അത് നെഞ്ഞിന്റെ താഴെ വെക്കണം എന്നാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. എങ്കിൽ അവർ വേറെ പല കോലത്തിലും കൈ വെക്കുക, ഇങ്ങനെ കുനൂത്ത് അത് ഇല്ലാതെയാക്കുക, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിലുള്ള മുസ്ലിംകളുടെ ആരാധനാ കർമ്മങ്ങളിലും വിശ്വാസ കർമ്മങ്ങളിലും പലവിധ മാറ്റങ്ങളും വരുത്തുന്നത് ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി. യാതൊരു അനൈക്യവും ഇല്ലാത്ത നമ്മുടെ മലബാറിൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയുടെ കീഴിൽ അവർ പ്രവർത്തനം തുടങ്ങി. പാവപ്പെട്ട ഇവിടെയുള്ള മുസ്ലിം ജനങ്ങളെ, സുന്നികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ അവര് പ്രവർത്തിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന വളരെ സൂക്ഷ്മത പാലിക്കുന്ന നിഷ്കളങ്കരായ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ഈ കാര്യം മണത്തറിയുകയും അവര് ആ വിഷയത്തിൽ എന്ത് തീരുമാനം, എങ്ങനെ അത് നേരിടണം, പൊതുജനങ്ങളെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് മുഷാവറ നടത്തി. 925 കാലത്ത് 925 ഒരു കൊല്ലക്കാലം അവർ മുഷാവറ നടത്തി.
അതിനുശേഷം എല്ലാവരും കൂടി 926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി ഒരു സംഘടനയുണ്ടാക്കി. സംഘടിതമായി നേരിട്ടാലേ ഇതിന് നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനം ഒറ്റപ്പെട്ട പ്രവർത്തനമാണ്. മമ്പുറം തങ്ങൾ ആ ഭാഗത്തുണ്ട്, അവിടെ കുറെ ആളുകൾക്ക് അദ്ദേഹം ഇമാമാണ്. ഇവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട്, അദ്ദേഹം കുറെ ആളുകൾക്ക് ഇമാമാണ്. അതുപോലെ പൊന്നാനിയിൽ നിന്ന് അയക്കപ്പെടുന്ന കാളിമാര്, അതുപോലെ കോഴിക്കോട് നിന്ന് അയക്കപ്പെടുന്ന കാളിമാര് പല നാടുകളിലുമുണ്ട്. അതിനൊക്കെ ചുറ്റിപ്പറ്റി കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെയൊക്കെ വ്യക്തികളുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം പോരാ, ഇനി കൂട്ടായ ഒരു ശ്രമം വേണമെന്ന ആ ചിന്താഗതി മനസ്സിൽ ഉദിച്ച് ആ അഭിപ്രായം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട 926 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ എന്തിനു വേണ്ടി SKSFന്റെ മക്കള് എന്തിനു വേണ്ടിയാണ് ആ ആദർശം അമാനത്ത് എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് ഇവിടെ ഒത്തുകൂടുന്ന ഒരു പരിപാടി നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും നടത്തുന്നത് എന്ന് ഇപ്പോ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് എന്തിന്? വയറ് നിറക്കാനല്ല, പണം സമ്പാദിക്കാനല്ല. പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പാവപ്പെട്ട ജനങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തി അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൽ കൂടി നമുക്ക് നേടിത്തന്ന ഈ പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ രൂപം ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെതിരെയുള്ള ബിദ്അഈ പ്രസ്ഥാനങ്ങളെ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സുന്നികളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ അവരുടെ ശരിയായ മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നെ അതിനുശേഷം ഇവിടെ വേറെയും ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികാര് മൗദൂദികൾ എന്ന് ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് തിരിയില്ല. അവര് വഹാബികൾ എന്ന് പറഞ്ഞതുപോലെ രൂപീകരിച്ചപ്പോൾ അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പാകിസ്ഥാനില് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ മൗദൂദിസം. ആ മൗദൂദിസം മറ്റേത് വഹാബിസം. ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണ് പഴയ കാലത്ത് ഇവിടെ പുത്തനാശയക്കാരായി ഉണ്ടായത്. അത് 46 തുടങ്ങുന്നത്. 946 അധികമായിട്ടില്ല. ഇവിടെ അത് ചെന്നെത്തുന്നത് എവിടെയാണ്? മൗദൂദിയിലേക്ക്. സുന്നികൾ ചെന്നെത്തുന്നത് എവിടുക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന, നബിയുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ സുന്നികള്. വഹാബികള് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികൾ. മൗദൂദികള് അബുൽ അല മൗദൂദിന്റെ അനുയായികൾ. പതി അബ്ദുൽ ഖാദിർ തമാശ രൂപത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. മൗദൂദി എന്ന് പറഞ്ഞത് മീമ് 40, അബുജദിന്റെ അക്കുണ്ട്, അങ്ങനെ ഒരു കണക്കുണ്ട്. അബുജദിന്റെ അക്ക് മീമ് 40 വാവ 6, 46, 946. ദൂത് എന്ന് പറഞ്ഞാൽ പുഴുക്കളാണ് അറബി ഭാഷയിൽ. 946 പ്രത്യക്ഷപ്പെട്ട പുഴുക്കൾ എന്ന് അദ്ദേഹം അർത്ഥം പറഞ്ഞു. അതുകൊണ്ടോ എന്തോ അറിയില്ല, അവരിപ്പോ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാ പേര് മാറി. ഇപ്പോ അടുത്ത കാലത്ത് കേട്ടു അബുൽ അല മൗദൂദിനായിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല. ഇപ്പൊ പിതാവ് പിന്നെ ആരാഞ്ഞത് പരിശോധിക്കണം. ഏതോ ആവട്ടെ, ഇതെല്ലാം പുതിയ ആശയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തും നമുക്ക് നേടിത്തന്നതല്ല. വളരെ വസ്തുനിഷ്ഠമായി, വളരെ സൂക്ഷ്മപരമായി, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ജീവിത രീതി, നബി വ്യക്തിപരമായി നബിയുടെ ജീവിതം, അതുപോലെ നബിയും ഭാര്യമാരും ജീവിച്ചത് എങ്ങനെ,
നബിയും സഹാബത്തും ജീവിച്ചത് എങ്ങനെ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചു. നബി നടന്നു പോകുമ്പോൾ നബി തുപ്പുന്നത് ഏത് ഭാഗത്തേക്ക് തുപ്പി, നബി മൂത്രമൊഴിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് മൂത്രമൊഴിച്ചിട്ട് എങ്ങനെയാണ് മനോഹരം ചെയ്തത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വരെ സഹാബത്ത് വളരെ വസ്തുനിഷ്ഠമായി എഴുതി വെച്ച രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത് സ്വീകരിക്കുന്ന മാതൃക. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അത് രൂപീകരിച്ചത് പറഞ്ഞല്ലോ 926 ഒരു വർഷം. ഇനി നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ 100 വർഷമായി. ഒരു വർഷം കൂടി പിന്നിട്ടാൽ 100 വർഷമായി. 926 ഫെബ്രുവരിയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. നാം ഇപ്പോൾ ഫെബ്രുവരിയിലാണ് ഉള്ളത്. ഇനി ഒരു വർഷം മാത്രമാണ് ഉള്ളത്. എന്നാൽ 100 വർഷമായി. അതിന്റെ 100ാം വർഷം ഇപ്പോൾ ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. അന്ന് രൂപീകരിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും സമസ്തക്ക് ചെയ്യാനില്ല. പൊതുജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കള്ളത്തെരീക്കത്തുകാര് ശൈഖന്മാരെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അത് ജനങ്ങളെ ഉണർത്തും. അയാൾ ശരിയല്ല, തെറ്റാണെങ്കിൽ, നല്ല തെരീക്കത്താണെങ്കിൽ അതിനെ അനുകൂലിക്കുകയും ചെയ്യും. അതുപോലെ പുതിയ ആശയങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കാര്യത്തെ തൊട്ട് ജനങ്ങളെ ഉണർത്തും. അങ്ങനെയുള്ള ദീനിയായ വിഷയങ്ങൾ ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, വലിയ വലിയ സമ്മേളനങ്ങൾ കൊല്ലത്തിൽ നടത്തുക. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ മീൻചന്ത സമ്മേളനം? മീൻചന്ത സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം, കാര്യവട്ടം സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ പത്രത്തിലൊക്കെ? അതൊക്കെ ഓരോ സമ്മേളനങ്ങളാണ്. അതിൽ പ്രമേയങ്ങൾ പാസാക്കും, പിന്നെ ആവശ്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകും. ഇതാണ് അന്നത്തെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസപരമായി സമസ്ത ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. ഈ ഓത്തുപള്ളിയിൽ മൊല്ലാക്കന്മാർ സമസ്തയോ വരുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിച്ചിരുന്ന ആ ഓത്തുപള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്ന ആ സ്വഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ചില സ്കൂളുകളിലും സ്കൂൾ കെട്ടിടങ്ങളിലും വെച്ച് പഠിപ്പിക്കുന്നത്, അല്ലാതെ മദ്രസ പ്രസ്ഥാനം അന്നുണ്ടായിട്ടില്ല. 934 സമസ്ത രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞു. 945 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം ബാഫക്കി തങ്ങൾ മഹാനവറുകൾ സമസ്തയുടെ പണ്ഡിതന്മാരെ ഉണർത്തുന്നു. ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നമ്മളിപ്പോൾ മദ്രസ പഠനം ഓത്തുപള്ളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂൾ സ്ഥാപനങ്ങൾ. അത് ഇന്ത്യ സ്വതന്ത്രമായാൽ മുസ്ലിങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളായ മുസ്ലിം വിഭാഗങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർക്കും അവരുടെ മതം പഠിപ്പിക്കാനും സ്കൂൾ ഉപയോഗിക്കാൻ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്ത് പണ്ഡിതന്മാരുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഉണർത്തിയതനുസരിച്ച് നമ്മുടെ പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ ഈ രംഗത്തേക്ക് തിരിയുകയും അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയുകയും 950-കൾക്ക് ശേഷം മദ്രസ രംഗത്തേക്ക് നമ്മുടെ പണ്ഡിതന്മാർ ശ്രദ്ധ തിരിക്കുകയും ഓരോ രാജ്യത്തും പോയി ആ കാടും മേടും കയറി നടന്നുകൊണ്ട് ഓരോ രാജ്യത്തും പറ്റുന്ന സ്ഥലങ്ങളിൽ മദ്രസ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും മദ്രസ പ്രസ്ഥാനം തുടങ്ങുകയും ചെയ്യുന്നു. ഇത് സമസ്തയുടെ ആദ്യം മുതൽക്കുള്ള തുടക്കങ്ങളാണ്. മദ്രസ വരുമ്പോൾ അതിന് മുഅല്ലിമീങ്ങൾ വേണം പഠിക്കാൻ. മുഅല്ലിമീങ്ങൾ കൂടുതൽ വന്നപ്പോൾ അവർക്ക് സംഘടനയായി. അങ്ങനെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന സംഘടന വന്നു. അവരെ നയിക്കുന്ന മാനേജ്മെന്റുകൾക്ക് മാനേജ്മെന്റ് അസോസിയേഷൻ, അങ്ങനെ തുടങ്ങി ചെറിയ കുട്ടികൾക്ക് സംഘടന SBV, SKSSF, ഇപ്പം സംഘടിപ്പിച്ച SKSSF, പിന്നെ SYS യുവാക്കൾക്കുള്ള സംഘടന, പിന്നെ SMF പള്ളി ഭരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ഉമറാക്കളും കൂടിയിട്ടുള്ള സംഘടന SMF തുടങ്ങിയിട്ടുള്ള 16ഓളം സംഘടനകൾ ഇപ്പോൾ സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ സംഘടനയുടെയും കീഴിൽ എത്രയോ ഉപസംഘടനകൾ വേറെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കാലയളവിൽ 100 വർഷം പിന്നിട്ടപ്പോഴേക്ക് 11,000-ഓളം മദ്രസകൾ സമസ്തയുടെ അംഗീകാരത്തോടുകൂടെയുള്ള
മദ്രസകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം സമസ്ത അംഗീകരിച്ച സമസ്ത പരീക്ഷ നടത്തുന്ന മദ്രസകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെയും ഈ മദ്രസകളിൽ പഠിക്കുന്ന 12 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ലക്ഷത്തിലധികം വരുന്ന മുഅല്ലിമീങ്ങളാണ് ഈ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം പൊതുപരീക്ഷ നടത്തി ആ ഇൻസ്ട്രക്ടർമാരെ നിയമിച്ച് പരിശോധന നടത്തി വളരെ കൗതുകകരമായ നിലക്ക് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ യാതൊരു കോട്ടവും പറ്റാത്ത രൂപത്തിൽ ഈ മദ്രസകളെല്ലാം ഒരു നൂലിൽ കോർത്ത മാലമണികളെ പോലെ സമസ്ത കൊണ്ടു നടന്നു വരുന്നു. വിദ്യാഭ്യാസ ബോർഡ് എന്ന ബോർഡിന്റെ കീഴിൽ ലോകത്ത് വേറെ എവിടെ നോക്കിയാലും ഇതുപോലെ ഒരു പ്രൈവറ്റ് സംഘടന നടത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അറബ് രാജ്യങ്ങളിൽ പോയാലും ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ഒരു പ്രൈവറ്റ് സംഘടന ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതായി കാണാൻ കഴിയുകയില്ല. നമ്മൾ കുട്ടികളെ മദ്രസയിലേക്ക് രാവിലെയാണ് പറഞ്ഞയക്കുന്നു. അവരെ പഠിപ്പിച്ച് 5ാം ക്ലാസ് ആകുമ്പോൾ പൊതുപരീക്ഷ നടത്തുന്നു, 7ാം ക്ലാസ് ആകുമ്പോൾ വീണ്ടും നടത്തുന്നു, 10ാം ക്ലാസ് ആകുമ്പോൾ പിന്നെയും നടത്തുന്നു, 12ാം ക്ലാസ് ആകുമ്പോൾ പിന്നെയും നടത്തുന്നു. അങ്ങനെ പഠിപ്പിച്ച് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് ബോധവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥിയെ ആക്കി തീർക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികൾ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ മുഅല്ലിമീങ്ങളാണ് ഈ കാര്യം നിർവഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം സമസ്ത ഇവിടെ ഉണ്ടാക്കി തീർത്ത കാര്യങ്ങളാണ്. സമസ്ത അന്ന് ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അയൽ രാജ്യമായ തമിഴ്നാട്ടിലേക്ക് നോക്കൂ, അതല്ലെങ്കിൽ കർണാടകത്തിലേക്ക് നോക്കൂ, അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള ഒരു അടുക്കും ചിട്ടയിലുള്ള ദീനീ പ്രവർത്തനം അവിടെയൊന്നും കാണാൻ കഴിയുകയില്ല. ഇതെല്ലാം സമസ്ത ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ചിട്ടയിലുള്ള ഒരു സ്വഭാവം ഇവിടെ വന്നത്. ലോകത്ത് തന്നെ കേരളത്തിലെ പോലെയുള്ള ഒരു അടുക്കും ചിട്ടയുമുള്ള ദീനീ പ്രവർത്തനം വേറെ കാണാൻ കഴിയുകയില്ല. ഇതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലകളിലും സമസ്ത പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്നാൽ രാഷ്ട്രീയപരമായി സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയ ഒന്നുമില്ല. അത് ഏത് രാഷ്ട്രീയക്കാരും ഇസ്ലാമിനെതിരല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സമസ്തയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവും. സമസ്ത ഇസ്ലാമിനെതിരാകരുത്, അത്രയേ ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അതിൽ ഒരു കുത്തകയും ഒരാൾക്കും ഇല്ല. പിന്നെ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, ഇവിടെ ഇനിയും പ്രാസംഗികന്മാർ പറയാനുണ്ട്, സമയം ദീർഘിപ്പിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് വിശ്വസിച്ച് ആചരിച്ചു പോരാനുള്ള ഏറ്റവും നമ്മളെ നേർവഴിയിലേക്ക് നടത്തുന്ന സംഘടനയുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ശരിയായ പാത കാണിച്ചു തരുന്നതാണ്. സമസ്ത രൂപീകരിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ലക്ഷ്യം അത് അന്ന് മുതൽക്ക് തുടങ്ങിയതാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അന്ന് മുതൽക്ക് പ്രവർത്തനം തുടങ്ങി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം തുടങ്ങി. അതിനെതിരിൽ വരുന്ന ഏതെല്ലാം ആശയങ്ങളുണ്ടോ അതിനെല്ലാം തടയിട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലുള്ള ആ വിശ്വാസാചാര പ്രവർത്തനങ്ങൾ ഇവിടെ അന്ന് മുതൽക്ക് തന്നെ തുടങ്ങി. പല രൂപത്തിലാണ് അന്ന് തുടങ്ങിയത്. ചിലപ്പോൾ വയല് രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഗണ്ണന പ്രസംഗങ്ങളായിരിക്കും, ചിലപ്പോൾ മുഖാമുഖങ്ങളായിരിക്കും, ചിലപ്പോൾ മറ്റ് പ്രബന്ധങ്ങൾ എഴുതിക്കൊണ്ടായിരിക്കും. ഈ രൂപത്തിലെല്ലാം പുത്തൻ ആശയങ്ങളെ തടഞ്ഞു നിർത്തുന്ന സ്വഭാവം അന്ന് തന്നെ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി എന്നോടാണ് ഈ SKSSFന്റെ കുട്ടികൾ ഇപ്പോൾ ആദർശം അമാനത്ത് എന്ന പേരിൽ ഇവിടെ നടത്തപ്പെടുന്നത്. ഇത് അന്ന് മുതൽക്ക് തുടങ്ങിയതാണ്, ഇതുവരെ തുടരുന്നതുമാണ്. പുതിയ ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. ഇനിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്തവര് അതിനെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് പറ്റുമെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നവര് അതിനോട് കൂടെ അണിചേരുക, അല്ലാത്തവര് മാറി നിൽക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സമസ്തയെ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് സ്വീകരിക്കുക, അതിന് കഴിയാത്തവര് ആ വഴി മാറി നിൽക്കുക. വളഞ്ഞും തിരിഞ്ഞും
ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ വേണ്ടി സമസ്തയുടെ ആശയത്തെ വളച്ചൊടിക്കാനോ ഇങ്ങോട്ട് തിരിക്കാനോ ഒരിക്കലും സാധ്യമല്ല. അത് ബഹുമാനപ്പെട്ട സഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന പാതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദപ്പെടുത്തിയ പാതയാണ്. ആ പാത അത് ഖിയാമത്ത് നാൾ വരെ പോകും, സിറാത്തുൽ മുസ്തഖീമായി കൊണ്ട് മുന്നോട്ട് പോകും. അതിനെ അങ്ങോട്ടും വളക്കാൻ പറ്റുകയില്ല, ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുകയില്ല. അതിനാരും മെനക്കെടണ്ട. സമസ്ത അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നത്തിൽ അടിയറവ് പറയുകയോ അതല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയോ അത് സമസ്ത ഒരിക്കലും സമസ്തയിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട, അതുണ്ടാവുകയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.